കേന്ദ്ര സർക്കാർ നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചതിന്റെ ആനുകൂല്യം ലഭിക്കാതെ സംസ്ഥാനത്തെ നെൽകർഷകർ 1 കിലോഗ്രാം നെല്ലിന് കേന്ദ്രം ₹1.17 കൂട്ടിയെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കൂട്ടാതെ കർഷകർക്ക് ഇതിന്റെ പ്രയോജനം കിട്ടില്ല. സംസ്ഥാന വിഹിതം കൂട്ടിയില്ലെങ്കിൽ സമരത്തിലേക്ക് പോകാനാണ് കർഷകരുടെ തീരുമാനം. കിലോഗ്രാമിന് ₹28.32 നിരക്കിലാണ് സംസ്ഥാനത്ത് സപ്ലൈകോ നെല്ല് സംഭരിക്കുന്നത്. ഇതിൽ ₹21.83 കേന്ദ്ര വിഹിതവും ₹6.37 സംസ്ഥാന വിഹിതവും കൈകാര്യ ചെലവ് 12 പൈസയും ചേർത്താണ് ₹28.32 കിലോഗ്രാമിന് നൽകുന്നത്. ഇപ്പോൾ കേന്ദ്രം നെല്ലിന്റെ വില കിലോഗ്രാമിന് ₹1.17 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിഹിതം കൂട്ടാതെ കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിക്കില്ല. ഞങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷക്കാലമായി ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു തന്ന തുക ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ₹3.15 നിലവിൽ ഞങ്ങൾക്ക് കുറച്ചാണ് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്നത്. ₹31.35 ലഭിക്കേണ്ടിടത്ത് ₹28.20 മാത്രമേ ഞങ്ങൾക്ക് തരുന്നുള്ളൂ. അതോടൊപ്പമാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് 4ാമത്തെ ഗഡുവായി ₹1.17 കൂടെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന വിഹിതം വർദ്ധിപ്പിക്കണമെന്നാണ് കൃഷിവകുപ്പിന്റെയും താൽപര്യം. ഇക്കാര്യത്തിൽ ധനവകുപ്പുമായി ചർച്ച നടത്തുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് അറിയിച്ചു. സംസ്ഥാന വിഹിതം കൂട്ടിയില്ലെങ്കിൽ സമരത്തിലേക്ക് പോകാനാണ് കർഷകരുടെ തീരുമാനം. ഇതിനകത്ത് പ്രതികരിക്കാനായിട്ട് ഒരു സംഘടനകളും ഇല്ല എന്നുള്ളതാണ് ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ ഈ സ്വതന്ത്രമായി നെൽകർഷക സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു പ്രസ്ഥാനം വരുന്നത് വരെ തന്നെ ആരും തന്നെ കർഷകർക്ക് വേണ്ടി പ്രതികരിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ശക്തമായ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് സംഘടന ആലോചിക്കുന്നത്. താങ്ങുവില ₹1.17 വർദ്ധിപ്പിച്ചതിനാൽ സംസ്ഥാന വിഹിതം കൂട്ടിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇത്രയും തുക ലാഭമാണ്. ആ തുക കുറച്ച് കൊടുത്താൽ മതി. എന്നാൽ കേന്ദ്രം വർദ്ധിപ്പിച്ച തുക കർഷകർക്ക് നൽകാതെ ലാഭമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമെന്നാണ് ഇനി അറിയാനുള്ളത്. റിപ്പോർട്ടർ, ആലപ്പുഴ.